ആചാരവ്യവസ്ഥകൾ മനസ്സിനെ ക്രമമായ മാർഗത്തിൽ നയിക്കാനാണ്, അല്ലാതെ കുലമെന്ന് പറഞ്ഞ് മനുഷ്യരെ വേർതിരിക്കാനല്ല എന്ന് ശങ്കരാഭരണം ശങ്കരശാസ്ത്രികൾ പറഞ്ഞ വാക്കുകളാണ് ഈ ചിത്രം നിർമ്മിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. പിന്നെ അമ്പലത്തിൽ പോകാൻ നേരമായി, അതൊക്കെ ഞാൻ വിളിച്ചോടാം. ചെല്ലു ചെല്ലു. ആദിത്യ ഹൃദയം പുണ്യം സർവശത്രു വിനാശനം ജയാവം നിത്യമക്ഷയം നമസ്കാരം. 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 ഈ ആണ്ടത്തെ കുംഭാഭിഷേകത്തിന്റെ കാര്യം വളരെ ഭംഗിയായി നടത്തണം. ഈ നവരാത്രി ഉത്സവം കഴിഞ്ഞാൽ ഉടനെ നടപടികൾ ആരംഭിച്ചേക്കാം. തിരുവനന്തപുരത്തുള്ള നമ്മുടെ ബന്ധുക്കളെയും വരുത്താം. ഏവമാക്കാം. ശരി ശരി. നമസ്കാരം. നമസ്കാരം. വരൂ. രാജുദ്ദേഹം വരണം രാജു സാർ. ശിവദാസൻ, ഉടൻ തന്നെ ദേവിക്ക് കൊടുക്കുമോളെ ഒരർച്ചന നടത്തണം. മകളും മരുമകനും ആദ്യത്തെ ബോട്ടിൽ പുറപ്പെടുകയാണ്. ഗൗരി നമസ്കാരം. നമസ്കാരം. മരുമകന്റെ പേരിൽ അർച്ചന ചെയ്യൂ. അതെന്താ രാജു സാറേ വിജയദശമി ആയിട്ട് മകളെ പറഞ്ഞയക്കുന്നത്? അയ്യോ, പോകാതെ പറ്റില്ല. അവർക്ക് റൈസ് മില്ല് തുടങ്ങി പലതുമുണ്ട്. അവരുടെ നാട്ടിലും ഉത്സവം ഉണ്ടല്ലോ. അർച്ചന നടത്തുന്ന അച്ഛൻ വന്നിട്ട് മതിയോ അതോ? അയ്യോ, അത് മതി. ദേവാലയം നമ്മുടെ അച്ഛന്റെ സ്വത്താണെങ്കിലും ദേവി അദ്ദേഹത്തിന്റെ സ്വന്തമാണ്. അദ്ദേഹത്തിന് കോപം വന്നിട്ട് അദ്ദേഹം ശപിച്ചാലുണ്ടല്ലോ, അത് വേണ്ട. അദ്ദേഹം വന്നിട്ട് മതി. നിക്ക്. പക്ഷേ അദ്ദേഹം എവിടെ പോയി? അച്ഛാ, നേരെ ഒത്തിരി ആവുന്നു. പക്ഷെ എങ്ങനെ ഇപ്പൊ അദ്ദേഹം വരാതെ? അദ്ദേഹം വന്നല്ലോ. ഗൗരി
ഇവള് മുക്തയാ? മുക്ത 3, 4 നവനീത, 5 അമ്പുജാക്ഷി, ഇത് 6 ആനന്ദം. ഇവര് ബോട്ടിൽ പോകാൻ തുടങ്ങിയാണ്. ആശീർവദിച്ചാട്ടെ. ദുഃഖസുമംഗലീ ഭവ. രാജു, ഉള്ളത് പറഞ്ഞാൽ ഈ അണ്ടത്തെ നവരാത്രി മഹോത്സവത്തിന് നിങ്ങൾ ഏർപ്പാട് ചെയ്ത പരിപാടികൾ അത്ഭുതം, ഒന്നാം തരം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പുകഴ്ത്താനല്ലേ? അങ്ങനെയൊന്നുമല്ല, വളരെ തരം താഴ്ന്നതായിരുന്നു. എന്റെ മനസ്സിൽ തോന്നുന്നത് തന്നെയാ നിങ്ങളും പറഞ്ഞത്. പക്ഷേ മറ്റു പരിപാടികൾ എങ്ങനെ ഇരുന്നാലും ഇന്നലെ നടന്ന ഹരികഥാകാലക്ഷേപം നിങ്ങൾ കേട്ടായിരുന്നോ? സത്യത്തിൽ എല്ലാത്തിനെയും അതാണ് അസഹ്യമായിരുന്നത്. അങ്ങനെയായില്ലെന്നാണോ? പരമപവിത്രമായ ഹരിനാമസ്മരണയ്ക്ക് ആഭാസ ഭാഷാ പ്രയോഗങ്ങളും സിനിമാ പാട്ടുകളായ പിന്നെങ്ങനെ? ഇഹ്വാഗ്രേ വർത്തതേ ലക്ഷ്മി. ഭാഷാശുദ്ധി ഇല്ലാത്തവരെന്ത് പണ്ഡിതരാ. സത്യം പറഞ്ഞ രാജുലു കേട്ടോ, ഇന്ന് നടക്കാൻ പോകുന്ന പരിപാടികളെ പറ്റി മാത്രം നിങ്ങള് ഒറ്റ വാക്ക് പോലും പറയാൻ പാടില്ല, പറഞ്ഞു കൂടാ. അങ്ങനെ വല്ലതും പറയുകയാണെങ്കിൽ നമ്മൾ പിണങ്ങും. അതെന്താ? നോക്കൂ, കണ്ടില്ലേ? സാക്ഷാ നിങ്ങളുടെ കൊച്ചുമകൾ ഹേമ നൃത്തപ്രകടനം. കുളിച്ച് ശുദ്ധമായിരിക്കുകയാണ്. ആ പിഴച്ചവരെ കുറിച്ചൊന്നും പറയണ്ട. പ്രസാദം. കൊണ്ട. ഈ മുത്തച്ഛന് വയസ്സ് വർദ്ധിക്കും തോറും ശാഠ്യങ്ങളും വർദ്ധിച്ചു വരികയാണല്ലേ? പറഞ്ഞു വന്നാൽ തെറ്റാണ്. നിങ്ങൾ യാജിലുവിന്റെ മനസ്സറിയുന്ന ചിരകാല മിത്രമല്ലേ? പിന്നെ ഈ പരിപാടി ഏർപ്പാട് ചെയ്യാൻ തുനിഞ്ഞ എന്തിനാണ്? ചെയ്താൽ എന്താ പറയണം? യാജിലുവിന്റെ മകൾ ജാനകി പോയത് കുലം കെട്ടവന്റെ കൂടെയാണോ ഗുണം കെട്ടവന്റെ കൂടെയാണോ? ഒരു നൃത്താചാര്യനെ വിവാഹം കഴിച്ചു, തെറ്റാണോ? അത് മാത്രം വെച്ചുകൊണ്ട് സ്വന്തം കുട്ടിയെ ശാശ്വതമായി അങ്ങ് ഉപേക്ഷിച്ചളയാണോ? അത് തെറ്റാ, പറയാനുണ്ടോ? ആ കൊച്ചങ്ങ് പോയിട്ടും കോപം പോകുന്നില്ല. കൊച്ചുമോൾ ഹേമയുടെ പേര് ഭാരതം മുഴുവൻ മുഴകിക്കൊണ്ടിരിക്കുക. എന്റെ ചെവിയിൽ ഇരുമ്പുണ്ട കയറ്റിയാലും ശരി, ആ പെണ്ണിന്റെ പേര് മാത്രം മിണ്ടരുതെന്നാണ് അയാള്. ശരിയാണോ? വളരെ തെറ്റാണ്, പറയണോ? അതിന്റെ രഹസ്യം പറഞ്ഞാ കേട്ടോളൂ. യാജിലു അവർ എന്നോട് കോപിച്ചാലും ശപിച്ചാലും പിണങ്ങിപ്പോയ 2 കുടുംബങ്ങളും തമ്മിൽ ഇണങ്ങട്ടെ എന്ന സതുദ്ദേശം കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ കൊച്ചുമകളുടെ പരിപാടി ഞാൻ ഇവിടെ ഏർപ്പാട് ചെയ്തത്. അത് തെറ്റല്ലേ പറഞ്ഞാല്? എന്താ? അല്ലല്ല, യാജിൽ അവർക്ക് ആ കുടുംബത്തോടുള്ള കോപം വർദ്ധിക്കാൻ ഇടയാകില്ലേ? അതാണ് പറഞ്ഞത്. എന്ത് പറയാനാ, വളരെ നാൾ കൂടിയിട്ട് സഹോദരിയുടെ ഭർത്താവും മകളും നാട്ടിലേക്ക് വരുമ്പോ അവരെ വീട്ടിൽ വിളിച്ച് സൽക്കരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ പോയി. വീട്ടിലേക്ക് അവർ വരുന്നെന്ന് കേട്ടപ്പോ തുടങ്ങി അമ്മാവും വല്ലാതെ കോപിച്ചിരിക്കുക. അച്ഛൻ പണ്ട് തൊട്ടേ ഇങ്ങനെ വാശി പിടിച്ചല്ലേ ജനയും നമ്മളെയും രണ്ടാക്കിയത്. എന്തോ ആ പ്രായത്തിനെ എതിർക്കാൻ മനസ്സ് വരുന്നില്ല. ഒക്കെ സഹിക്കാതെ എന്ത് ചെയ്യും? എന്തൊക്കെ ആയാലും നിങ്ങളുടെ സഹോദരിയാണെന്നുള്ള വാസ്തവം മറന്നുകൂടാ. ഒന്ന് അവിടം വരെ ചെന്ന് ചേട്ടനെ കണ്ട് പറഞ്ഞിട്ട് വരണം. ഇല്ലെങ്കിൽ മര്യാദകേടായിരിക്കും. ആവട്ടെ. അമ്മാവിന്റെ കാര്യം അറിയാവുന്നത് കൊണ്ട് അവര് നമ്മളെ തെറ്റിദ്ധരിക്കില്ല. ഏതോ കാലക്കേട് കൊണ്ട് ഇങ്ങനെ കൂടെ പിറന്നവർ പോലും അകന്നു പോയെങ്കിലും ചേച്ചി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഹേമ പണ്ടേ തന്നെ ഈ വീട്ടിൽ കല്യാണം കഴിച്ച് വന്നു കയറേണ്ട പെണ്ണല്ലേ? വൈകുന്നേരം പ്രോഗ്രാമിൽ തീർച്ചയായും വരണം. അങ്ങനെ ആകട്ടെ. ബാബു, ആ സാമാനങ്ങൾ സൂക്ഷിച്ചെടുക്കണം. ആ മൃദംഗം, പിന്നെ വീണ ശ്രദ്ധിക്കണം. നോക്കൂ, സൂക്ഷിച്ചിറങ്ങണം, അവിടെ കാല് തന്നെയേക്കും. ഭാസ്കരേട്ടാ. ശിവദാസ, നീയോ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ആ. മോള് ഹേമ. ഹേമ? മോളെ, നിന്റെ അമ്മാവൻ. വാ മോളെ വാ.
സുഖമാണോ? നീ അങ്ങ് വളർന്നു പോയല്ലോ. അച്ഛന് സുഖം തന്നെയല്ലേ? സുഖം തന്നെ ഭാസ്കരേട്ടാ. എന്നാലും മനസ്സിന് യാതൊരു മാറ്റവുമില്ല. ആ പിടിവാശിയെല്ലാം അങ്ങനെ തന്നെയുണ്ട്. പ്രായമായില്ലേ? അങ്ങനെ എന്താടോ? കോവിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ശരി, വരികയപ്പോ. എന്തു പറയാനാ, വേണ്ടപ്പെട്ടവരുടെ വീടുകളൊക്കെ ഉണ്ടായിട്ട് നിങ്ങളെ വെറും അന്യരെ പോലെ കോയിലിലേക്ക് കൊണ്ടുചെല്ലാൻ പറഞ്ഞിരിക്കുന്നു. വിഷമിക്കണ്ട ശിവദാസ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളോടുള്ള ആത്മാർത്ഥയെ പറ്റി ഞങ്ങൾക്കറിയില്ലേ? നിങ്ങൾ എങ്ങനെ സമാധാനിച്ചാലും ഞങ്ങളുടെ മനസ്സിന് വളരെ വേദനയുണ്ട്. പിന്നെ നിങ്ങളുടെ കല്ല് ഞങ്ങളുടെ സ്ഥലത്താ വീണതോ? അമ്മേ, ഞാൻ നിവേദ്യവും കൊണ്ട് അമ്പലത്തിലേക്ക് പോകുക. ആട്ടെ മോനെ. അവനെവിടെ? ശിവദാസൻ എവിടെയെന്നാ ചോദിച്ചത്? രാജുവിന്റെ മകളും മറ്റും പോകുന്നതിന് യാത്ര അയക്കാൻ പോയതാ. അവൻ പോയതവരെ യാത്രയക്കാനായിട്ടോ അതോ വരുന്നവരെ സ്വാഗതം ചെയ്യാനായിട്ടോ? ആരാ ശിവദാസ? ആ, നമ്മുടെ അളിയനാണ്. ഈ കുട്ടി എന്റെ അനന്തരവള്. വൈകുന്നേരം അമ്പലത്തിൽ ഡാൻസ് ഉണ്ട്, ഗംഭീരമായിരിക്കും, വന്നേക്കണം. ആട്ടെ ആട്ടെ. ശരി ശിവദാസ. നമസ്കാരം അമ്മാവ. മോളെ ഹേമേ, നിന്റെ മുത്തച്ഛനാണ്. ചെന്ന് അനുഗ്രഹം വാങ്ങിക്കൂ. ചിരഞ്ജീവി. അമ്മായിയാ മോളെ. രാത്രി ക്ഷേത്രത്തിൽ മോളുടെ നൃത്തപരിപാടിയുണ്ട്. അവിടുന്ന് വന്ന് ആശീർവദിച്ചാൽ വളരെ തൃപ്തിയായിരിക്കും. വരട്ടെ അമ്മാവ. വാ മോളെ. പിന്നെ മോളെ കണ്ട ചേച്ചിയെ പോലെ തന്നെയായിരിക്കുന്നേ. ആ കണ്ണും ആ മൂക്കും എല്ലാം. എന്റെ മോൾ ഇങ്ങനെ ആയിരുന്നില്ല. അവളെ കണ്ട ഇങ്ങനെയായിരുന്നു. നല്ല വജ്രം പോലെ അവളിരുന്നത്. ഹേമി ഇപ്പൊ കാണുന്ന തരത്തിലായിരിക്കില്ല അച്ഛാ. ഇന്ന് ഇത്രയും നേരം ട്രെയിനിലും ബോട്ടിലും യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് വന്നതുകൊണ്ടാ ക്ഷീണിച്ചിരിക്കുന്നത്. പിന്നെ അല്പം കഴിഞ്ഞ് മഞ്ഞൾ പുരട്ടി കുളിച്ചിട്ട് വന്നാ കൊന്നപ്പൂ പോലെ ഉണ്ടായിരിക്കും പെണ്ണ്. ആരാ കുളിപ്പിക്കേണ്ടത്? ഞാനാണോ ഇവനാണോ? നിങ്ങളൊക്കെ ഇവിടെ വേഷവും കെട്ടി കഥയും പറഞ്ഞിരുന്നാൽ അവിടെ കുളിപ്പിക്കാനൊക്കെ ആരാ ഉള്ളത്? പിന്നെ ഞാൻ തന്നെ പോണെന്നാണോ? അത് തന്നെ, വേഗം ചെല്ല്. ശകലം കഴിഞ്ഞാൽ വീണ്ടും മനസ്സ് മാറിയെന്ന് വന്നുകൂടായില്ല. ആ രാജുവിന്റെ വീട്ടിലാണ് അവരൊക്കെ. ആ, ഇങ്ങനെ നീട്ട് നീട്ട്. ഇവിടെ വേദനയുണ്ടോ? ഇല്ല. ഇവിടെയോ? ഇല്ല വൈദ്യരെ. എന്നാലേ ഇവിടെ ഉണ്ടാകണം. ഉണ്ട് വൈദ്യരെ. ഉണ്ടാകും. ഇനി ആരെടുത്തും വഴക്കിന് പോയേക്കരുത്. ഇല്ല. പോയതിന് പ്രായശ്ചിത്തമായിട്ട് 2 കെട്ടുകൂടെ കെട്ടിയേക്കണം. ആട്ടെ. ഉം? വൈദ്യരെ. 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 ആരാടാ ഈ മുഖം മൂടി? അയ്യോ, മുഖംമൂടി ഒന്നല്ല, നമ്മുടെ മാധവന്റെ മകൻ ഗോവിന്ദൻ. എന്താടാ ഇത്? ഭഗവാന്റെ കൂട്ട് പ്രപഞ്ചമെല്ലാം വായി കാണിക്കാൻ പോവാടാ? അല്ലല്ല, ഇന്നലെ ഉത്സവത്തിന് വന്ന് കണ്ടമാനം വലിച്ചു വാരി തിന്നു. അപ്പൊ തുടങ്ങി ഒരേ ഛർദിയിലാ. കുറച്ചു നേരം മുമ്പ് ഏതൊരു ഛർദിയിൽ ഛർദിച്ചോടെ തുടങ്ങിയതാ. തുറന്നവായി തുറന്നവിടെ ഇരിക്കുക. എന്താന്ന് ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല. എന്തോന്നാടാ തിന്നത്? ചക്ക തന്നെയാണോടാ തിന്നത്, അതോ വേറെ വല്ലതും തിന്നോ? പറ. എല്ലാവരും തിന്നുന്നൊക്കെ ഛർദിക്കണോടാ. തിന്നിട്ട് ഇനി അതൊക്കെ വന്നതെന്ന് എങ്ങനെയാ നിശ്ചയിക്കും? മിണ്ടായിട്ടോ, രോഗി പറയട്ടെ. താൻ രോഗിയെ കൊണ്ട് മിണ്ടിക്കല്ലോ. എന്നാ താൻ തന്നെ മരുന്നും കൊടുക്ക്. വിളിച്ചോട്ട് പോ. എന്നല്ലാതെ ഒന്നും പറയുന്നില്ല. ഓട്ടെ, അതെങ്കിലും പറയട്ടെ. വെറുതെ കിടന്ന് ചാടാതെ താൻ വായടച്ച
ഇവൻ വാ തുറക്കും. എന്റെ ചേട്ടനും ഒക്കെ ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലോ, അകത്തുണ്ട്. ഡേയ്, എന്തോ? ഇവരെ അകത്തേക്ക് വിളിച്ചോണ്ടിയല്ലേ? ശരിയങ്ങനെ വരൂ. വൈദ്യരെ, നിങ്ങൾ ഗോവിന്ദനെ രക്ഷിക്കണം. ആ, രക്ഷിക്കാം. ഡേയ്, ആ, എവിടെയാ വേദന? ഇവിടെയാണോ? ആ. ഇവിടെയോ? ആ. ഇവിടെ ഉണ്ടായിരിക്കും. കൊണ്ട. വൈദ്യരെ, ഇത് പിടിച്ചോ. പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. ഇതങ്ങ് വിഴുങ്ങിയ നിന്റെ നാക്ക് താനെ അകത്തേക്ക് വരും. ശരിയായി. ഇതെന്താടാ? പിടി. ചുമ്മാ ഇങ്ങനെ കാണുന്നൊക്കെ തിന്നാൽ നിന്റെ വാ മാത്രമല്ല കൈയും കാലും ഒക്കെ പോക്കാവും, പറഞ്ഞേക്കാം. പോ. കാർത്തിയാനി, കാർത്തിയാനി, എന്താന്നേ? നമ്മുടെ യാജുലുവിന്റെ മരുമകൾ വന്നിരിക്കുന്നു. ആ പെണ്ണിന് ഇവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ വേണ്ട തരത്തിൽ എല്ലാം ചെയ്തു കൊടുക്കണം. നമ്മളൊന്നും ചെയ്യണ്ട, അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവര് ചെയ്തോളും. വേഷം ഇട്ട മോൾ അമ്മയെക്കുട്ടി തന്നെയാണെന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണോ ചേട്ടാ? അത് പിന്നെ അങ്ങനെ അല്ലാതെ വരുമോ? വൈകുന്നേരം കാണാമല്ലോ. ആട്ടെ, നീ അമ്മാവന്റെ മോനെ കണ്ടിട്ടുണ്ടോ? എങ്ങനെ കാണാനാ? അവൾ ഇങ്ങോട്ട് വന്നിട്ട് വേണ്ടേ? സത്യത്തിൽ ഗൗരിദാസനെ കണ്ടിട്ട് എനിക്കൂടെ മനസ്സിലായില്ല. അമ്മാവൻ ഈ സമയത്ത് കോവിലിൽ അർച്ചന നടത്തുകയാവും. പോയിട്ടു അമ്മോളെ. അവിടെ ദേവിയെ ദർശനം നടത്തുകയും ചെയ്യാം, നിന്റെ മുറച്ചെറുക്കനെ ഒന്ന് കാണുകയും ചെയ്യാം. മുത്തച്ഛ, പറയൂ. ഗോത്രം, നക്ഷത്രം? കൗടില്യ ഗോത്രം, പുണർതം നക്ഷത്രം. പേര് ഹേമ. ഓം ദേവശ്ചത്വാ സവിതു പ്രസവേ സ്വിനോർബാഹുഭ്യാം പൂഷ്ണോഹസ്താഭ്യാം ശ്രീനാഥോ. അപ്പോഴേ അവിടെ തുടങ്ങിയെന്നാ തോന്നുന്നേ. പിന്നെ തുടങ്ങാതെ? ഇത്ര ദൂരം നിന്ന് അവള് വന്ന് നൃത്തം ചെയ്തിട്ട് നമ്മൾ കാണാൻ പോയില്ലേ? മോശമല്ലേ? അച്ഛനോടൊന്ന് ചോദിക്കും. എന്നെ കൊണ്ടുപോയി ഇപ്പൊ നൃത്തം ഇപ്പൊ തുടങ്ങി കാണുമെന്ന് ചോദിക്കുന്നു. ചെല്ല്. അച്ഛാ. എന്താടാ? അല്ല, ഒന്നുമില്ല. അകത്ത് മെത്ത വിരിച്ചിട്ടുണ്ട്, വന്ന് കിടന്നോളൂ. കാലിന് വേദനയുണ്ടോ? ഈ സൂത്രങ്ങളെല്ലാം അവളുടെ നൃത്തത്തിന് പോകാൻ വേണ്ടിയല്ലേ? എനിക്കല്ല, അവക്ക്. രണ്ടുപേർക്കും പോവാം. സ്വാമി, ദേവിയുടെ പ്രസാദം തരൂ. ഓടല്ലേ വരുന്നു. ഭാസ്കരേട്ടാ. വന്നോ? ഞങ്ങൾ രണ്ടുപേരും വന്നു. പച്ചവെള്ളം വെച്ചേക്ക് എടുത്തോളാം. പാല് അവക്ക്. അവളെവിടെ? അകത്ത് പൗഡർ ഇടുക. അയ്യോ, ഞാനൊന്ന് പോയി കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ മേക്കപ്പോട് കൂടി ഒന്ന് കാണാന്ന് വെച്ചാൽ അതിനും സമ്മതിക്കത്തില്ല. വാ ഇരിക്കുന്നേ. തുടങ്ങാം. ഇരിക്ക്. ഓംകാരപഞ്ചരശുകീ ഉപനിഷദുദ്യാനകേളികലകണ്ഠീ ആഗമവിപിനമയൂരീ ആയാം അന്തർവിഭാവയേത് ഗൗരീ. താന്തകജന്തരിത തതികിടതും തകതരിജന്തരിത തതികിടതും താന്തകജം തകതരിജം തജ്ജം തതികിടതും അഖിലാണ്ടേശ്വരി ചാമുണ്ടേശ്വരി പാലയ മാം ഗൗരീ.
పరిపాలయ మాం గౌరీ అఖిలాండేశ్వరి చాముండేశ్వరి పాలయ మాం గౌరీ పరిపాలయ మాం గౌరీ తాం తద్ధీం తద్ధీం తకథిమి తకచను తకథిమి తకచను తాం తద్ధీం తద్ధీం తకథిమి తకచను తకథిమి తకచను తాం ధీం తోం నం తరగడదోం 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 శుభగాత్రి గిరిరాజ పుత్రి అభినేత్రి శర్వార్ధగాత్రి శుభగాత్రి గిరిరాజ పుత్రి అభినేత్రి శర్వార్ధగాత్రి సర్వార్థ సంధాత్రి జగదేక జనయిత్రి చంద్రప్రభాధవళ కీర్తి సర్వార్ధ సంధాత్రి జగదేక జనయిత్రి చంద్రప్రభాధవళ కీర్తి చతుర్బాహు సంరక్షిత శిక్షిత చతుర్భశాంతర భువన పాలిని కుంకుమరాగ శోభిని కుసుమ బాణ సంశోభిని మౌన సుహాసిని గాన వినోదిని భగవతి పార్వతీ దేవి అఖిలాండేశ్వరి చాముండేశ్వరి పాలయ మాం గౌరీ పరిపాలయ మాం గౌరీ తథీం తజం తకజం తకజం తరగడదోం తరగడదోం తథీం తజం తకజం తకజం తరగడదోం తరగడదోం తకథీం తకథీం తకతదీం తకతదీం నజ్జనుదాం శ్రీహరి ప్రణయాంబురాసి శ్రీపాద విచలిత క్షీరాంబురాసి శ్రీహరి ప్రణయాంబురాసి శ్రీపాద విచలిత క్షీరాంబురాసి శ్రీపీఠ సంవర్ధిని డోలాసురమర్దిని శ్రీపీఠ సంవర్ధిని డోలాసురమర్దిని ధనలక్ష్మి ధాన్యలక్ష్మి ధైర్యలక్ష్మి విజయలక్ష్మి ధనలక్ష్మి ధాన్యలక్ష్మి ధైర్యలక్ష్మి విజయలక్ష్మి ఆదిలక్ష్మి విద్యాలక్ష్మి గజలక్ష్మి సంతానలక్ష్మి సకల భోగ సౌభాగ్యలక్ష్మి శ్రీ మహాలక్ష్మి దేవి అఖిలాండేశ్వరి చాముండేశ్వరి పాలయ మాం గౌరీ పరిపాలయ మాం గౌరీ తకథిమి తకచను తకథిమి తకచను తకచను తకథిమి తకచను తకథిమి తో ఇందువదనే కుందరదనే వీణా పుస్తకధారిణే ఇందువరనే కుందరదనే వీణా పుస్తకధారిణి సుఖ శౌనకాది వ్యాస వాల్మీకి మునిజన బోధిత శుభచరణే శుక శౌనకాది వ్యాస వాల్మీకి మునిజన పూజిత శుభచరణే సరస సాహిత్య స్వరస సంగీత స్థనయుಗಳೇ తకతధిం ధిం సరస సాహిత్య స్వరస సంగీత స్థనయుಗಳೇ తకచండు వరదే అక్షర రూపిణే శారదే దేవి అఖిలాండేశ్వరి చాముండేశ్వరి పాలయ మాం గౌరీ పరిపాలయ మాం గౌరీ సింహాట నివాసినే చౌద సంఖ్యా సముద్భాసినే సింహాసన స్థాయినే దుష్టహరబ్రహ్మ క్రియాశాలినే విష్ణుప్రియే సర్వలోక ప్రియే శర్వనామ ప్రియే ధర్మ సమర ప్రియే హే బ్రహ్మచారిణే దుష్కర్మ వారిణే
ഹേ വിളംബിത കേശപാശിനേ महिषमर्दनशील महित गर्जन लोल भयद नर्तन केलिके कालिके दुर्गमागम दुर्गमालिने दुर्गे देवी ഇത് കഴിഞ്ഞിട്ട് നീ അവരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. ആഹാഹാഹാഹാ. ആ മുദ്ര പിടിക്കുന്ന രീതി, ആ ഭാവപ്രകടനം, സാക്ഷാത് പാർവതീദേവി പ്രത്യക്ഷമായി നൃത്തം ചെയ്യുന്നത് പോലുണ്ട്. നോക്കണേ യാജിലു, നിങ്ങളുടെ ശാഠ്യമൊക്കെ അങ്ങ് വിട്ടിട്ട് മിണ്ടാതെ കണ്ട് ആ കുട്ടിയെ പൗത്രനെ കൊണ്ട് വിവാഹം ചെയ്യിക്കണം, മറ്റൊന്നും ചിന്തിക്കണ്ട. പൊതുമധ്യത്തിൽ ചിലങ്ക കെട്ടി ഭാഗവത പാടുന്ന പെണ്ണിനെ പവിത്രമായ കുടുംബത്തിലേക്ക് ഞാൻ കൊണ്ടുവരണമെന്നാണോ? നിർത്തടാ. ആകട്ടെ യാജിലു, പൂജാ സമയത്ത് നിങ്ങൾ നൃത്തം ദർശയാമി എന്ന് പറയാറില്ലേ? അത് ശരി, അത് ഭഗവാൻ നടത്തുന്ന ഒരു പൂജയാണ്. അവളും നൃത്തം കൊണ്ട് ഭഗവാനെ പൂജിക്കുകയാണെന്ന് വെച്ചോ. അതുകൊണ്ട് ഇനി ഒന്നും സംശയിക്കാതെ ഇത്തവണയെങ്കിലും അതങ്ങ് നടത്തണം. നിങ്ങൾ കരയിലിരിക്കുകയാണ്, നിസ്സാരമായിട്ട് സംസാരിക്കാം. ഞാൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നവനാണ്. ഓരോ ചൂടും വെക്കണമെങ്കിൽ എനിക്ക് 10 തവണ ആലോചിക്കണം. കേട്ടോ യാജിലു, എനിക്ക് ജലദോഷം ഉള്ളതുകൊണ്ടാകട്ടോ ഇങ്ങനെ കരക്കിരുന്നുകൊണ്ട് സംസാരിക്കുന്നത്. ഇല്ലെന്നൊരു നിങ്ങളോടൊപ്പം ഞാനും വെള്ളത്തിൽ കിടന്നുകൊണ്ട് തന്നെ പറയുമായിരുന്നു. നിർത്തടാ. പരീക്ഷിത്ത് മഹാരാജനെ പണ്ട് പാമ്പ് ഒന്ന് കടിച്ച കഥ അറിയില്ലടാ. വെള്ളത്തിൽ ജലജന്തുക്കളുണ്ടാ, നോക്കിയിട്ട് ഒഴിക്കണം. കാണട്ടെ. ഒന്നുമില്ല, ഒഴിച്ചു. ഒഴിക്കാൻ പറഞ്ഞ അവനങ്ങ് ഒഴിച്ചോണ്ടേ ഇരിക്കുക. പതുക്കെ ഒഴിയടാ. ഇനി ഒന്നും സംശയിക്കണ്ട. വേദത്തിൽ പിറന്നു വളർന്ന നാട്യത്തെ വേദപണ്ഡിതനായ നിങ്ങൾ നിഷേധിക്കുന്നത് ഭംഗിയായില്ല. ശരിയല്ലേ? ഇനി ഈ വിശ്വാസങ്ങളെല്ലാം കുറെയൊക്കെ മാറ്റിവെക്കൂ. നിങ്ങൾ യാജു, ഞാൻ രാജു, പരസ്പരം ഓരോന്ന് ആലോചിച്ചല്ലേ ഇതുവരെ ചെയ്തത്. പിന്നെ ഈ കാര്യത്തിൽ എന്തിനാ എതിർക്കുന്നത്? ഞാൻ പ്രൊസീഡ് ചെയ്യാൻ പോവാ. എന്താണിത്? അതോ, ആ മനുഷ്യന്റെ ഭാര്യയ്ക്ക് 10 വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ കുട്ടികളില്ലത്രേ. ഈ വൃക്ഷത്തിൽ ഊഞ്ഞാല് കെട്ടിയാൽ കുട്ടികൾ ഉണ്ടാവുമെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. ഓഹോ. പക്ഷേ വിവാഹം കഴിക്കാത്തവര് കിട്ടിയാൽ? വേഗം വിവാഹം നടന്ന് 1 വർഷത്തിനകം കുട്ടി ഉണ്ടാകുന്നതാണ്. എന്നാൽ ഈ ഊഞ്ഞാലിങ് തരും. നമ്മൾ രണ്ടും ഒന്നായി ചേരുന്നതിന് ഈ മൂഢാചാരങ്ങളിലെ നമ്മുടെ ഇതിൽ തടസ്സമായി നിൽക്കുന്നത് ഹേമേ. സത്യത്തിൽ ഈ വൃക്ഷത്തിന് അത്രയ്ക്ക് മഹത്വമുണ്ടെങ്കിൽ പ്രായമായവരുടെ മനസ്സു മാറ്റി നമ്മളെ കൂട്ടിച്ചേർക്കുമെന്ന് നോക്കാം. ഇതാ ബാക്കി.
നമസ്തേ നമഃ നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യാമുദതേ നമഃ നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യാമുദതേ നമഃ നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യാമുദതേ നമഃ ശിവം ബഭൂവതേ ധനഃ. മുത്തച്ഛ, ഇദ്ദേഹം മുത്തച്ഛനെ കാണാമെന്നതാണ്. ഇദ്ദേഹം എന്നാണോ പറയുന്നത്? സ്വന്തം അമ്മാവനെ അമ്മാവാന്ന് വിളിച്ചൂടെ? എന്താ വേണ്ടത്? ഞങ്ങൾ പുറപ്പെടുകയാണ് അച്ഛാ. പറഞ്ഞിട്ട് പോകാന്ന് കരുതി. അവളെവിടെ? പോകാനുള്ളതല്ലേ, സാമാനങ്ങൾ ഒരുക്കി വെക്കുക. അവളോട് ഇങ്ങോട്ട് വരാൻ പറയൂ. ആകട്ടെ. വരുമ്പോൾ ചിലങ്ക കൂടി കൊണ്ടുവരാൻ പറയണം. എന്തിനാ അത്? മനസ്സിലായില്ല അച്ഛാ. മുത്തച്ഛൻ എന്തോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അച്ഛാ, അവളുടെ ചിലങ്ക ഇപ്പൊ എന്തിനാ അച്ഛാ? എന്താ കാരണം പറഞ്ഞേ തീരൂ. എന്തിനാണാവോ വിളിപ്പിച്ചത്? എന്തോ വിചാരിച്ചിട്ടുണ്ട്. എന്തിനാണാവോ? जातवेदसे सुनवामसो ममराति यतो निदहाति वेदः परुषदति दुर्गाणि विश्वानावेव सिन्धुं दुरितात्यग्निः परुषदति दुर्गाणि विश्वानावेव सिन्धुं दुरितात्यग्निः कामग्निवर्णां तपसा ज्वलन्तीं वैरोचनीं कर्मफलेषु जुष्टाम् दुर्गां देवीं शरणमहं प्रपद्ये सुतरसि तरसे नमः अग्ने त्वं पारयाणं यो अस्मान् स्वस्ति विरति दुर्गाणि विश्वा पूष्ट्य पृथ्वी बहुलान भूर्ति भवतोकाय तनयाय संज्ञोः विश्वानि नो दुर्गः जातवेदः सिन्धुं ननावापुरितातिपर्षि अग्ने अग्निवन्मनसा गृहाणोस्माकं भोज्यहिता तनूनाम् उपलाजितगुं सहमानमुग्रमग्निगुं पुरेम परमात् सरस्तात्
सनःपरुषदति दुर्गाणि विश्वाक्षाम देवो अतिदुरितात्यग्निः पत्नूषिकमीड्यो अध्वरेषु सनाक्षरोदानव्यश्च सत्सी स्वाक्षाग्ने तनुवन्ति प्रयस्वा स्वभ्यं च सौभगमायजस्व गोभिर्जुष्टमयुजो निषिक्तं तदेन्द्र विष्णोरनुसञ्चरेम नागस्य पृष्ठमधिसंवसानो वैष्णवेभ्यो दैहमानयन्वा कात्यायनाय विद्महे कन्याकुमारि धीमहि तन्नो बुद्धिः प्रचोदयात् ഇതവളുടെ കയ്യിലിടൂ. സമയമേറെയില്ല. വിവാഹം എങ്ങനെയാ നടത്തുന്നത്? നാളെ കാർത്തിക ശുക്ലപഞ്ചമി ബുധവാരം മിഥുന ലഗ്നത്തിൽ ഹേമയുടെയും ഗൗരിനാഥന്റെയും വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. എന്നാണ് ദേവി കരുണ കാണിച്ചത്. മോനെ ഗൗരിനാഥ, ദേവിക്ക് അർച്ചന നടത്തും. മതി മോളെ. മാഷ് ആ മതി മതി. ആ ദുർഗാവിഷ്ണു ഡ്രസ് എവിടെ? അത് തന്നെ. അതിനെ കസവ് വെച്ച് പിടിപ്പിക്കാൻ പറഞ്ഞില്ലേ? ആ എത്രയും വേഗം ചെയ്യൂ. ഹേമേ, കുറച്ച് പാലും കൊണ്ടുവരട്ടെ? വേണ്ട ചേച്ചി. మురళికి అందని పలుకులివి
జతులు ఎలకు మెచ్చిన స్వరజతులు ఎన్నెన్నో మన్నెల వెన్నెలలు ఏవేవో కన్నుల కిన్నెలలు ఎన్నెన్నో మన్నెల వెన్నెలలు ఏవేవో కన్నుల కిన్నెలలు కలిసి మెలిసి కళలు విరిసి మెరిసిన కాళిదాసు కమనీయ కల్పన అల్ప శిల్పమణి మేఘలను శకుంతలను నెమలికి నేర్పిన నడకలే చంద్రికలు నీలాల కన్నుల్లో తారకలు తారాడే చూపుల్లో చంద్రికలు పురులు విరిసి మరులు కురిసి మురిసిన రవివర్మ చిత్రలేఖనాలేఖ సరస సౌందర్య రేఖను శశిరేఖను కమలికి నేర్పిన నడకలివే మురళికి అందని పలుకులివే కమలికి నేర్పిన నడకలివే
ഹേമകുഞ്ഞെ ഇതൂടെ കൈ വെച്ചു. എന്താടാ ഇത്? ഒരു പുല്ലാങ്കുഴൽ. നമ്മുടെ ഗുരുനാഥൻ ഇത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ തന്നതാ. ഗുരുനാഥനോ? അതെ ഹേമകുഞ്ഞെ, ഇങ്ങനെ കുന്നുമൃത്ത് വായിച്ചില്ലേ? അതാണ് നമ്മുടെ ഗുരുനാഥൻ ഹരിബാബു. ഇതെന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ തന്നു വിട്ടെന്നോ? അതെ ഹേമകുഞ്ഞെ, നമ്മുടെ ഗുരുനാഥന് നിങ്ങളെയും നിങ്ങളുടെ ഡാൻസും എന്ത് ഇഷ്ടമാണെന്നോ. ഇന്നലെ നിങ്ങളെ കുറിച്ച് 300 തവണ പുകഴ്ത്തി പറഞ്ഞു. പാവ മനുഷ്യനാണെന്നേ. എനിക്ക് പുല്ലാങ്കുഴി പറഞ്ഞു തരാൻ എങ്ങും പോകാതെ ഇവിടെ ഇരിക്കാമത്രേ. ഇത് കേട്ടോ ഹേമകുഞ്ഞെ, അങ്ങേര് സംസാരിക്കാൻ തുടങ്ങിയ പുല്ലാങ്കുഴി വായിക്കുന്ന പോലുണ്ട്. ചെറുപ്പത്തിൽ പുല്ലാങ്കുഴി വിഴുങ്ങിയതാണോ എന്തോ പാവം. ആഹാ ആഹാ, ഓഹോ, ഭംഗിയായി വായിക്കുന്നുണ്ടല്ലോ. ഇത് തിന്നോ. അതല്ല, ഗുരുനാഥന് കൊടുക്കാം. ഞങ്ങള് പാവങ്ങളല്ലേ, ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്നത് വലിയവര് കഴിക്കില്ലല്ലോ. നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയത് കഴിക്കാതിരിക്കില്ല. അദ്ദേഹത്തിന് ഞാൻ വേറെ കെട്ടിത്തരാം. ഇത് നീ കഴിച്ചോ. ആദ്യം എനിക്ക് പതിവ് പോലെ പലഹാരം തന്നു. നിങ്ങൾക്ക് കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞപ്പോ ഇതെല്ലാം കെട്ടിത്തന്നു. ഹേമ തന്നെയോ? ആ, നിങ്ങളെ കുറിച്ച് തിരക്കി. എന്തു പറഞ്ഞു? നമ്മുടെ ഗുരുനാഥന് നിങ്ങളുടെ ഡാൻസ് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇങ്ങനെ നോക്കി. പിന്നെ നിങ്ങളെയും വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇങ്ങനെ തലകുനിച്ച് നിന്നു. പിന്നീട് ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ താമസിക്കുന്നെന്ന്. ഇങ്ങനെ ചിരിച്ചു. ഞാനൊരു എഴുത്തെഴുതി തരാം. നീ അവളുടെ കൊണ്ട് കൊടുക്കാമോ? ഓഹോ, മോളെ, ഞാനൊന്ന് ബസാർ വരെ പോകുന്നു. കമല വന്നാ പറയൂ, വരുന്ന ആഴ്ചത്തെ പ്രോഗ്രാം തീരുമാനിച്ചിട്ടുണ്ടെന്ന്. വഴിക്ക് അവളുടെ അച്ഛനെ കണ്ട ഞാൻ തന്നെ പറയാം. ആട്ടെ, വരട്ടെ. ഹേമകുഞ്ഞെ, ഹേമകുഞ്ഞെ, എന്താടാ? നമ്മുടെ ഗുരു ഒരു പോസ്റ്റ് തന്നെ അയച്ചിരിക്കുന്നു. വായിച്ച് മറുപടി തന്നാ കൊണ്ടു കൊടുക്ക. അയ്യോ, പി 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 പി. പിന്നെ നമസ്കാരം. ഹേമേ, ബന്ദറിലെ പ്രോഗ്രാമിനെ കുറിച്ച് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ? ഉണ്ടെന്നാ പറഞ്ഞു ചേച്ചി. ഇതെന്താണ്? എന്താണോ എനിക്ക് അർത്ഥം മനസ്സിലാവുന്നില്ല. രാഗം ആഭേരി, താളം ആദി, ത്യാഗരാജ കൃതി. ആഭേരി രാഗമല്ലേ ഇത്? ഇത് നിനക്കറിയാവുന്ന കീർത്തനമാണ്. അർത്ഥം മനസ്സിലായോ? മനസ്സിലായില്ലേ? తెలిసి నగుమో మోగనలేని నాజాలి తెలిసి నన్ను അതായത് നിന്റെ മുഖം കാണാൻ കഴിയാത്തതിൽ എനിക്ക് ഖേദമുണ്ട്, എനിക്ക് അഭയം തരാൻ വരികില്ലേ എന്നാണ് അർത്ഥം. ഇപ്പൊ മനസ്സിലായില്ലേ? വരട്ടെ.
ഹേമകുഞ്ഞെ, ഹേമകുഞ്ഞെ, പുല്ലാങ്കുഴൽ പഠിക്കാൻ സമയമായി. മറുപടി വേഗം തരൂന്ന്. ഗുരു പോസ്റ്റ് കൊണ്ട് കൊടുത്തു. അമ്മേ അമ്മേ, జల్లున పొంగిన రవళి నవరస మురళి ఆనందన మురళి ఇదేనా ఇదేనా మురళి మోహన మురళి ఇదేనా ఆ మురళి రేపల్లియ ఎద జల్లున పొంగిన రవళి నవరస మురళి ఆనందన మురళి ఇదేనా ఆ మురళి మోహన మురళి ఇదేనా ఆ మురళి ఆడి మడుగున కాళీయుని పడగల ఆ బాల గోపాల మా బాల గోపాలుని ఆడి మడుగున కాళీయుని పడగల ఆ బాల గోపాల మా బాల గోపాలుని అచ్చరవున విచ్చిన కన్నుల జోడ అచ్చరవున విచ్చిన కన్నుల జోడ తాండవమాడిన సరళి గొంగెల నోదిన మురళి ఇదేనా ఇదేనా మురళి అనగల రాగమై తొలుత వీణులల్లరించి అనలేని రాగమై మరలా వినిపించి మరులే కురిపించి అనగల రాగమై తొలుత వీణులల్లరించి అనలేని రాగమై మరలా వినిపించి మరులే కురిపించి జీవన రాగమై బృందావన గీతమై జీవన రాగమై బృందావన గీతమై కన్నుల కలువల వెన్నెల దోపిన మురళి ఇదేనా ఇదేనా ఆ మురళి వేణుగానలోలుని మురిపించిన రవళి నటనల సరళి ఆనందన మురళి ఇదేనా ఆ మురళి పూవల మురళి ఇదేనా ఆ మురళి మధురా నగర
గీతి పలికించి మధురా నగరిలో యమునా లహరిలో ఆరాధన గీతి పలికించి సంగీత నాట్యాల సంగమ సుఖవేణువై సంగీత నాట్యాల సంగమ సుఖవేణువై రాసలీలకే పిరిపోసిన అందెల రవళి ఇదేనా ఇదేనా ఆ మురళి రేపల్లియ ఎద ఝల్లున పొంగిన రవళి నవరస మురళి ఆనందన మురళి ఇదేనా ఆ మురళి మోహన మురళి ఇదేనా ఆ మురళి അയ്യോ പെട്ടെന്ന് നിങ്ങൾ തയ്യാറായ നമുക്ക് ഉത്സവത്തിന് പോകാം ഡ്രൈവർ സാറിനോട് പറഞ്ഞ് നിങ്ങൾക്ക് ബസ്സിന് മുന്നിൽ ഒരു സീറ്റ് ഏർപ്പാട് ചെയ്യാം. എന്ത് ഉത്സവമാണടാ? ശിവരാത്രി ദിവസമല്ലേ? 3 ദിവസത്തെ ഉത്സവത്തിന് അരികഥ, പാട്ടുകച്ചേരി, പ്രമാദമായ രഥോത്സവം, പിന്നെ ദേവന്റെ കല്യാണമല്ലേ? ശിലാവിഗ്രഹത്തിന്റെ വിവാഹത്തിന് ഞാനെന്തിനാടാ? എന്താ പറയുന്നത്? എന്ത് പുണ്യമാണെന്നോ നിങ്ങളുടെ പേരിൽ ഒരു പൂജ നടത്തും.